ഹലോ നമസ്കാരം. മഴതോരും മുമ്പേടെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ സ്റ്റോറി കേട്ടോ പറയാൻ പോകുന്നത്. അപ്പോൾ വൈജയ്ക്ക് ആക്സിഡൻ്റൊക്കെ സംഭവിച്ച് അതിൻ്റെ അസുഖങ്ങളൊക്കെ ഭേദമാകുന്നുണ്ട്. അലീനയാണ് എല്ലാ കാര്യങ്ങളും ഒക്കെ നോക്കി ചെയ്ത് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ അലീനയുടെ സാമീപ്യം വൈജ ഇഷ്ടപ്പെടുന്നില്ല എങ്കിലും വേറെ വഴിയില്ലാത്തത് കൊണ്ട് അവളുടെ സേവനം തന്നെ തുടരുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അസുഖമൊക്കെ ഭേദമായതിനു ശേഷം വൈജയന്തി പഴയതുപോലെ ബാങ്കിലൊക്കെ ജോലിക്ക് പോയി തുടങ്ങുന്നുണ്ട്. അവിടെ വെച്ച് അപ്രതീക്ഷിതമായിട്ട് ഒരാളെ കണ്ടുമുട്ടുകയാണ് വൈജയന്തി. അതായത് നമ്മുടെ സ്റ്റാൻലിൻ എന്ന് പറഞ്ഞ ലാലിച്ചനെ കണ്ടുമുട്ടുന്നുണ്ട്. ലാലിച്ചൻ ബാങ്കിലേക്ക് വരുന്ന സമയത്ത് ഭയങ്കര ദേഷ്യത്തോട് കൂടിയിട്ടാണ് അയാളോട് സംസാരിക്കുന്നത്. ഭയങ്കര ദേഷ്യമാണ് തോന്നുന്നത്. അവൾ മനസ്സിൽ വിചാരിക്കുകയാണ്, എന്നെയും എൻ്റെ കുഞ്ഞിനെയും ഒക്കെ ചതിച്ചില്ലേ, എന്നെ ചതിച്ചു പോയില്ലേ, അന്നത്തെ ആ സ്നേഹമെല്ലാം കപടമായിരുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. വൈജയന്തിയെ ബാങ്കിൽ വെച്ച ലാലിച്ചനും വല്ലാതെ ഷോക്കാവുന്നുണ്ട്. അവൾക്ക് മുന്നിൽ താൻ ഒരു തെറ്റുകാരനാണെന്ന് അയാൾക്ക് അറിയാമായിരുന്നു. എങ്കിലും എന്തെങ്കിലും ആ തെറ്റിദ്ധാരണ മാറ്റണമെന്ന് അയാൾ ആഗ്രഹിച്ചിട്ടുണ്ട്. അങ്ങനെ വൈജയന്തിയും കണ്ടപ്പോൾ അയാളും ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. ലാലിച്ചൻ വൈജയന്തിയുടെ അരികിലേക്ക് ചെന്നിട്ട് വിളിക്കുമ്പോൾ അവൾ അയാളെ രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട്. എന്തിനാണ് നിങ്ങളിപ്പോൾ എൻ്റെ മുന്നിലേക്ക് വന്നത് എന്ന് വൈജയന്തി ചോദിക്കുന്ന സമയത്ത്, നിന്നെ കാണുമെന്ന് പ്രതീക്ഷിച്ച് വന്നതല്ല ഞാൻ, എങ്കിലും എന്തെങ്കിലും എനിക്കൊരു സത്യം വെളിപ്പെടുത്താനുണ്ടായിരുന്നു എന്ന് പറയാണ്. നിങ്ങളുടെ ഒരു സത്യവും എനിക്ക് കേൾക്കേണ്ട. പൂർണ്ണ ഗർഭിണിയായ എന്നെ ഉപേക്ഷിച്ച് പോയപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നു? എന്നെ ഉപേക്ഷിച്ച് പോകുവാനായിട്ട് നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നു? നിങ്ങൾ കാരണമാണ് ഞാൻ ഇന്ന് അനുഭവിക്കുന്നതെല്ലാം. ഇവിടുന്ന് കടന്നു പോയിക്കോ എന്ന് പറയണം. അപ്പോൾ ലാലിച്ചൻ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ബാങ്കിലേക്ക് വന്നത്. ഞാൻ ഇവിടെയല്ല എന്ന് നിനക്കറിയാലോ, പക്ഷേ ഇവിടെ വരേണ്ടി വന്നു. പക്ഷേ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നിന്നെ ഇവിടെ കാണുമെന്ന്. എനിക്കൊന്നും കേൾക്കണ്ട, നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാം എന്ന് പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ പോകാൻ പറ്റില്ല. അവൻ എന്നോട് ചോദിക്കില്ലേ എന്തുകൊണ്ടാണ് ഇത് അപ്രൂവ് ആവാഞ്ഞത്? ഞാൻ മാനേജറെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് പോകുന്നത്. ഇവിടെ നീ ആയിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറയുമ്പോൾ, എന്താണ് ആ ഫയൽ തന്നിട്ട് പൊക്കോളൂ, ഞാൻ നോക്കിക്കോളാം, ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം എന്നൊക്കെ പറയുമ്പോൾ, അങ്ങനെ പറയില്ല, ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക്. എനിക്ക് അന്ന് എന്താ സംഭവിച്ചതെന്നും നിനക്ക് അറിയില്ല. എൻ്റെ കാര്യത്തിൽ എന്താണ് ഉണ്ടായതെന്നൊന്നും നിനക്കറിയില്ല. നിൻ്റെ 3 ആങ്ങളമാരില്ലേ, അവരോട് ചോദിക്കാമായിരുന്നു എനിക്ക് എന്താ പറ്റിയതെന്ന്. അവരാണ് എനിക്ക് ഞാനിങ്ങനെ മാറി നിൽക്കാനുള്ള ഒരു കാരണം അവർ തന്നെയാണ്. അന്ന് നീ മറ്റൊരാളുടെ താലിക്ക് കഴുത്ത് നീട്ടിക്കൊടുത്തു. ഒരുമിച്ച് ജീവിച്ചവരല്ലേ നമ്മൾ. എന്നിട്ടും നിനക്ക് എന്തുകൊണ്ടാണ് എന്നെ മനസ്സിലാവാത്തത്? എനിക്ക് എന്ത് സംഭവിച്ചെന്ന് നീ ഒരിക്കലെങ്കിലും അന്വേഷിച്ചോ എന്നൊക്കെ ചോദിക്കുകയാണ്. വൈജ അന്ന് ആങ്ങളമാരായ ഗംഗേട്ടനും ശിവേട്ടനും പറഞ്ഞതാണ് വിശ്വസിച്ചത്. ലാലിച്ചൻ മറ്റൊരാളെ വിവാഹം കഴിച്ച് സുഖമായി കഴിയുകയാണെന്ന് അവർ പറഞ്ഞു. ആ ഒരു കള്ളം പറഞ്ഞതുകൊണ്ടാണ് വൈജയന്തി മറ്റൊരു വിവാഹത്തിന് സമ്മതിച്ചത്. ആദ്യമൊന്നും സമ്മതിച്ചില്ല, ഇവർ നിർബന്ധിച്ച് സമ്മതിപ്പിച്ചതാണ് ബാലചന്ദ്രനുമായിട്ടുള്ള വിവാഹത്തിന്. അങ്ങനെ കൂടുതൽ സംസാരിക്കാനും നിൽക്കാതെ വൈജയന്തി ബാങ്കിൽ നിന്ന് ഇറങ്ങിയിട്ട് കാറിൽ കയറി പോവുകയാണ്. ലാലിച്ചനാണെങ്കിൽ അവളുടെ കാറിന് പുറകെ പോയിട്ട് തടഞ്ഞു നിർത്താനായിട്ട്, അതായത് വൈജയന്തിയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളത് കൊണ്ട് പുറകെ പോയിട്ട് വഴിമധ്യേ ഇങ്ങനെ കാറ് ക്രോസ് ചെയ്ത് തടഞ്ഞു നിർത്തുന്നുണ്ട്. അയാൾ വൈജയെ തടഞ്ഞു നിർത്തുന്നുണ്ട്. എന്നിട്ട് കാറിൽ നിന്ന് ഇറങ്ങാൻ പറയുമ്പോൾ വൈജ പറയുന്നുണ്ട്, ഞാൻ ഇറങ്ങില്ല, എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല എന്ന് പറയുമ്പോൾ, വൈജ ഒരു 5 മിനിറ്റ്, അതിൽ കൂടുതലൊന്നും ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നില്ല, എനിക്ക് പറയാനുള്ളതൊന്ന് കേൾക്ക് നീ എന്ന് പറയുമ്പോൾ വൈജയന്തി മനസ്സോടെ കാറിൽ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് വൈജയുടെ കൈ പിടിച്ചുകൊണ്ട് ലാലിച്ചും പറയുന്നുണ്ട്, ഈ കൈ ഞാൻ വിടില്ല, നിന്നെ ഞാൻ ചതിച്ചതല്ല എന്നിങ്ങനെ പറയണം. അപ്പോൾ വൈജ പറയുന്നത്, എൻ്റെ കൈ വിട്, നിങ്ങൾ എന്തൊക്കെയാണ് കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇതോടെ ആളുകളുണ്ട് ശ്രദ്ധിക്കും എന്നൊക്കെ പറയുമ്പോൾ, എനിക്ക് പറയാനുള്ളതൊന്ന് നീ കേൾക്ക് എന്ന് പറയണം. അപ്പോൾ വൈജയന്തി ഒന്ന് കൂളാവുന്നുണ്ട്. ലാലിച്ചൻ അന്ന് നാട്ടിലേക്ക് പോയത് അച്ഛനും അമ്മയ്ക്ക് സുഖമില്ലെന്ന് അനിയന്മാർ പറഞ്ഞതുകൊണ്ടാണ്. അത് വൈജയുടെ ആങ്ങളമാർ ഒരുക്കിയ ഒരു കെണിയായിരുന്നു. വഴിയിൽ വെച്ച് ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവുകയും 3 മാസത്തോളം ലാലിച്ചൻ ബോധമില്ലാതെ കിടപ്പിലാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ്, എൻ്റെ കൈകാലുകളും നട്ടെല്ലും ഒക്കെ തകർന്നിരുന്നു. ബോധം വന്നപ്പോഴേക്കും നീ എൻ്റെ കൈ വിട്ടു പോയിരുന്നു. ആഗ്രയിലെ പഴയ വീട്ടിൽ തിരക്കിയെങ്കിലും അവിടെ ആരെയും കണ്ടില്ല. പിന്നീട് നിൻ്റെ വീട്ടിലെത്തിയപ്പോൾ കണ്ടത് നിൻ്റെ വിവാഹ പന്തലാണ്. നിൻ്റെ ആങ്ങളമാരാണ് എന്നെ കൊല്ലാൻ നോക്കിയത്, എന്നിട്ടും ദൈവം എന്നെ ബാക്കി വെച്ചു എന്ന് പറയണം. ഇതൊക്കെ കേട്ടിട്ട് ആകെ ഞെട്ടിപ്പോവുകയാണ് വൈജയന്തി. അങ്ങനെ ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. എന്ത് പറയണമെന്നറിയാത്ത ഒരവസ്ഥയിലാണ് വൈജയന്തി ഉള്ളത്. വൈജയന്തി ആകെ തകർന്നു പോയി. ഇങ്ങനെ സ്റ്റാലിൻ ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ആദ്യമൊന്നും വിശ്വസിക്കാൻ കൂട്ടില്ല. നിങ്ങളിങ്ങനെ ഓരോ കള്ളക്കഥയും പറഞ്ഞുകൊണ്ട് വരികയാണ് ചെയ്യുന്നത്. എൻ്റെ ഏട്ടന്മാർ, എൻ്റെ ആങ്ങളമാർ എന്നെ ചതിക്കില്ല, എനിക്ക് അവരെ വിശ്വാസമാണ്. അവരെന്നോട് പറഞ്ഞത് നിങ്ങൾ വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കുന്നു എന്നുള്ളതാണ്. അതല്ലേ സത്യം? നിങ്ങൾ വിവാഹം കഴിച്ചതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇല്ല വൈജയ്, നിൻ്റെ വിവാഹം കഴിയുന്നത് വരെ ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല. വേണമെങ്കിൽ എൻ്റെ മാരേജ്
സർട്ടിഫിക്കറ്റ് ഞാൻ കാണിക്കാം, എൻ്റെ വിവാഹം നിൻ്റെ വിവാഹത്തിന് ശേഷമാണ് നടന്നിട്ടുള്ളത് എന്നൊക്കെ പറയണം. ഞാൻ പറയുന്നത് സത്യമാണ്, ഹോസ്പിറ്റലിലെ രേഖകളുണ്ട്, എല്ലാം ഞാൻ നിന്നെ കാണിക്കാം എന്നൊക്കെ പറയുമ്പോൾ വൈജയന്തി ആകെ തകർന്നു പോകും കേട്ടോ. ഇതൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത, ഞാൻ ഏതായാലും ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല നിന്നെ കണ്ടുമുട്ടുമെന്ന്. എന്നെങ്കിലും നിന്നെ കാണുകയും ഈ സത്യം നിന്നോട് പറയുകയും വേണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ ഞാൻ കരുതി നീ എന്നെ ചതിച്ച് നിനക്ക് വേറൊരു ബന്ധം കിട്ടിയപ്പോൾ അതിലേക്ക് പോയി എന്നാണ്. നമ്മുടെ കുഞ്ഞെന്തേ വൈജയ്, അതെന്തേ, അവൾ ജീവിച്ചിരിപ്പുണ്ട്, അവളാണോ അവനാണോ മോനാണോ മോളാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വൈജയന്തി ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. എനിക്കറിയില്ല, എന്നോടൊന്നും ചോദിക്കരുത് എന്ന് പറഞ്ഞ് പോകാൻ നിൽക്കുമ്പോൾ അങ്ങനെ പോവല്ലേ വൈജയ്, നീ എങ്കിലും എന്നോട് സത്യം പറ, എന്താണ് നമ്മുടെ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടോ, മോനാണോ മോളാണോ എവിടെയാണ്, എനിക്കൊന്ന് കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വൈജയന്തി ആകെ തകർന്ന് പോവാണ്. കാരണം രണ്ടുപേരും ഒരുപാട് സ്വപ്നം കണ്ടതാണ്, ഇങ്ങനെ ഒരു കുഞ്ഞിനെ വളർത്തണമെന്നും ആ വയറ്റിലുണ്ടായിരുന്ന സമയത്തൊക്കെ ആ കുഞ്ഞ് വരുന്നതും ഒക്കെ ഭയങ്കരമായിട്ട് സ്വപ്നം കണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, സ്റ്റാലിൻ പറയുന്നുണ്ട്, ആ കുഞ്ഞിനെ ഒന്ന് എനിക്ക് കാണാൻ പറ്റുമോ, ഇപ്പോൾ ഏകദേശം ഒരു 23 വയസ്സൊക്കെ ആയിട്ടുണ്ടാവുമല്ലോ നമ്മുടെ കുഞ്ഞിന്, മോനോ മോളോ, അവൾ എന്താ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവൻ എന്താ ചെയ്യുന്നത്, പഠിക്കുകയാണോ അതോ എന്തെങ്കിലും ജോലിയായോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ വൈജയന്തി ആകെ തകർന്നു പോവട്ടെ. എന്ത് പറയണമെന്നറിയാതെ, എനിക്ക് ഒന്നും പറയാനില്ല, നിങ്ങൾ എന്തിനാണ് കുഞ്ഞിനെ അന്വേഷിക്കണത്, നിങ്ങൾ അന്വേഷിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് വൈജയന്തി കാർ എടുത്തുകൊണ്ട് പോവുകയാണ്. സ്റ്റാലിനാകെ സംശയിച്ച് അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ വൈജയന്തി കാർ ഓടിച്ച് പോകുന്ന സമയത്ത് താൻ കേട്ടതൊന്നും വിശ്വസിക്കാനാവാതെ ഇങ്ങനെ ആകെ സങ്കടപ്പെട്ടാണ് പോകുന്നത്. തൻ്റെ ചേട്ടന്മാർ എന്നെ ചതിക്കുകയായിരുന്നു എന്നുള്ള സത്യം വൈജയന്തി ആ സമയത്ത് തിരിച്ചറിയുന്നുണ്ട്. ഗംഗേട്ടനും ശിവേട്ടനും അതുപോലെ രാജീവേട്ടനും തന്നെ ചതിക്കുകയായിരുന്നു, തൻ്റെ അച്ഛനും അമ്മാമ്മയും എല്ലാവരും തന്നെ ചതിക്കുകയായിരുന്നു. താൻ ഇങ്ങനെ ഒരു കെണിയിൽ പെട്ടുപോയതാണ്. അപ്പോൾ ലാലിച്ചൻ പറഞ്ഞതൊക്കെ സത്യമായിരിക്കുമോ? ഇല്ല, ചിലപ്പോൾ ലാലിച്ചൻ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പറയുന്നതായിരിക്കും, ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ വൈജയന്തിക്കാണെങ്കിൽ ഇതെല്ലാം കൂടി കേട്ടിട്ട് ഇങ്ങനെ സത്യമാണെന്ന് ലാസ്റ്റ് വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് വൈജയന്തി ഗംഗേട്ടനെ വിളിക്കുന്നുണ്ട്. എനിക്ക് ഗംഗേട്ടനെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം എന്ന് പറയാണ്. എന്ത് പറ്റി വൈജയ് എന്ന് ചോദിക്കുമ്പോൾ ഗംഗേട്ടൻ കൂടുതൽ സംസാരിക്കേണ്ട, ഗംഗേട്ടൻ ഇപ്പോൾ എത്രയും പെട്ടെന്ന് കൊല്ലപ്പള്ളിയിലേക്കോ എവിടെയെങ്കിലും വെച്ച് നമുക്കൊന്ന് കാണണം, വേണ്ട കൊല്ലപ്പള്ളിയിൽ വേണ്ട, അവിടെ കമലേട്ടത്തി ഉണ്ട്, കടപ്പാട്ടൂരും വേണ്ട, അല്ലെങ്കിൽ ബാലചന്ദ്രൻ ഇല്ലാത്ത സമയം നോക്കി ഗംഗേട്ടൻ ഒന്ന് ഇവിടെ വരും, എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്നൊക്കെ പറയാണ്. അങ്ങനെ ഗംഗാധരൻ നാട്ടിലെത്തുന്നുണ്ട്. വൈജയുടെ ഈ വെപ്രാളൊക്കെ കണ്ടിട്ടാണ് എത്തുന്നത്. അങ്ങനെ ഗംഗാധരനും ശിവനും ആ സമയത്ത് നാട്ടിലുണ്ടോ. ശിവനും കൂടിയിട്ട് വൈജയെ കാണാനായിട്ട് പോവാണ്. ചെന്നുടനെ തന്നെ ചോദിക്കുന്നത്, വൈജ ഗംഗേട്ട, ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയണം. അന്ന് നിങ്ങളെല്ലാവരും എന്നോട് പറഞ്ഞത് സ്റ്റാലിൻ്റെ വിവാഹം കഴിഞ്ഞു എന്നാണ്, അയാൾ മറ്റൊരു വിവാഹം കഴിച്ചു എന്നാണ്. അത് കാരണമാണ് ഞാൻ വേറൊരു വിവാഹത്തിന് മുതിർന്നത് തന്നെ. എൻ്റെ കുഞ്ഞ് മരിച്ചു പോയിട്ടും എൻ്റെ കുഞ്ഞ് എൻ്റെ കൂടെ ഇല്ലാതിരുന്നിട്ടും ഞാൻ ആകെ മാനസികമായി തളർന്നിട്ടും ഞാൻ മറ്റൊരു വിവാഹത്തിന് സമ്മതിച്ചത് നിങ്ങൾ ആ പറഞ്ഞത് കേട്ടിട്ടാണ്. അന്ന് രാത്രി ലാലിച്ചനെ നിങ്ങൾ എന്താണ് ചെയ്തത്? അദ്ദേഹത്തെ കൊല്ലാൻ നോക്കിയാൽ എന്ത് കിട്ടാനായിരുന്നു? സമാധാനമില്ലാത്തൊരു ജീവിതമല്ലേ നിങ്ങൾ എനിക്ക് തന്നത് എന്നൊക്കെ പറഞ്ഞ് ഷർട്ടിൽ ഇങ്ങനെ കുത്തി പിടിച്ചിട്ട് ചോദിക്കണം. ഗംഗാധരമോഹനാകെ ഷോക്കാവാണ്. നീ എന്തൊക്കെയാണ് വൈജയ് പറയണത്? എന്ത് ഭ്രാന്താണ്? ലാലിച്ചനെ ഞങ്ങൾ എന്ത് ചെയ്തു എന്നാണ്? എൻ്റെ സബോർഡിനേറ്റ് ആയിരുന്നില്ലേ അവനെ ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ഒന്നും ചെയ്തില്ല, അവൻ വേറെ വിവാഹം കഴിച്ചു, അതുകൊണ്ടല്ലേ നിൻ്റെ വിവാഹം നടത്തിയത്. ഗംഗേട്ടൻ വീണ്ടും കള്ളം പറയുകയാണ്. എനിക്കറിയാം, നിങ്ങളെല്ലാവരും കൂടി ലാലിച്ചനോട് ചെയ്ത ക്രൂരതൊക്കെ എനിക്കറിയാം. ആ സമയത്ത് ലാലിച്ചൻ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവുകയും ലാലിച്ചൻ ഹോസ്പിറ്റലിൽ കിടക്കുകയും ചെയ്തു 3 മാസത്തോളം. അത് നിങ്ങളല്ലേ ആക്സിഡൻറ്റ് ഉണ്ടാക്കിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗംഗാധരൻ ഞെട്ടിപ്പോകും കേട്ടോ. ഗംഗാധരൻ പറയുന്നുണ്ട്, ഇല്ല വൈജയ്, ഞങ്ങൾ ഒരിക്കലും ആക്സിഡൻറ്റ് ഉണ്ടാക്കിയിട്ടില്ല. സത്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും ശിവനും രാജീവനും തന്നെയാണ് നിന്നോട് അങ്ങനെ ഒരു കള്ളം പറഞ്ഞത്. ആക്സിഡൻ്റ് ആയിട്ട് അയാളുടെ ഒരു വിവരവും ഉണ്ടായിരുന്നില്ല, അയാൾ ആകെ പാരലൈസ്ഡ് ആയിട്ട് കിടപ്പായിരുന്നു. പിന്നീട് ഞങ്ങൾക്ക് വേറെ വഴി ഉണ്ടായിരുന്നില്ല, നിൻ്റെ കുഞ്ഞ് മരിച്ചു പോവുകയും ചെയ്തില്ലേ, അത് കാരണം നീ കുഞ്ഞിനെ വയറ്റിലിട്ടുകൊണ്ട് നടന്നിട്ടും കാര്യമൊന്നും ഉണ്ടായില്ല, കുഞ്ഞ് മരിച്ചു പോവുകയും ചെയ്തില്ലേ, പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? നിന്നെ വേറെ വിവാഹത്തിന് സമ്മതിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അങ്ങനെ ഒരു കള്ളം പറഞ്ഞത് എന്ന് പറയണം. എൻ്റെ കുഞ്ഞ് മരിച്ചു പോയെന്ന് നിങ്ങൾ കള്ളം പറഞ്ഞതാണ്, ആ കുഞ്ഞിനെ നിങ്ങൾ കൊന്നു കളഞ്ഞതാണ്. എനിക്ക് ഉറപ്പാണ്, നിങ്ങളെല്ലാവരും കൂടിയിട്ട് എൻ്റെ ജീവിതം നശിപ്പിച്ചു, നിങ്ങളൊക്കെ എൻ്റെ ശത്രുക്കളാണ് എന്നൊക്കെ പറഞ്ഞ് വൈജ ഒരുപാട് അവരിങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. ഇതൊക്കെ കൂടി കേൾക്കുമ്പോൾ ഗംഗാധരനും ശിവനൊക്കെ ആകെ ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ഇനി നിങ്ങളുമായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് കുറച്ച് ശാപവാക്കുകളൊക്കെ പറഞ്ഞിട്ടാണ് സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് വൈജയന്തി അവിടെ നിന്ന് പോകുന്നത്. പിന്നീട് കാണിക്കുന്നത് തിരികെ വീട്ടിലെത്തിയ വൈജ കാണുന്നത് അസുഖം കൂടുതലായിട്ട് ഇങ്ങനെ കിടക്കുക ബാലചന്ദ്രൻ കേട്ടോ. ബാലചന്ദ്രനെ ആ സമയത്ത് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു, ഹാർട്ടിനൊക്കെ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ബാലചന്ദ്രനെ ഹോസ്പിറ്റലിൽ ആക്കുന്നുണ്ട്. ഡോക്ടർമാർ പറയുന്നുണ്ട്, പ്രതീക്ഷയൊന്നും വേണ്ട, ബാലചന്ദ്രൻ ഇങ്ങനെ ഒരു അത്യാസന്ന നിലയിൽ അയക്കുകയാണ് എന്നൊക്കെ പറയണം. അങ്ങനെ ബാലചന്ദ്രൻ
ബാലചന്ദ്രൻ വൈജിയെ വിളിച്ചിട്ടുണ്ട്. വൈജിയോട് പറയുന്നുണ്ട്, ഞാൻ ഈ ഭൂമിയിൽ അധികം ഉണ്ടാവില്ല വൈജി, എനിക്ക് നിന്നോടൊരു സത്യം പറയാനുണ്ട്. നീ വെറുപ്പോടെ നോക്കുന്ന അലീന ആരാണെന്ന് നിനക്കറിയാമോ? അവൾ എൻ്റെ മകളല്ല എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ വൈജയന്തി ആകെ ഷോക്കാവുന്നുണ്ട്. പക്ഷേ ആ സമയത്തൊക്കെ അലീനയെ അവിടെ നിന്ന് മാറ്റി താമസിപ്പിച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ അപ്പോൾ പറയുന്നുണ്ട്, 23 വർഷങ്ങൾക്ക് മുമ്പ് നീ പ്രസവിച്ച നിൻ്റെ മകളാണ് അലീന എന്ന് പറയാണ്. അവൾ മരിച്ചുപോയി എന്ന് കള്ളം പറഞ്ഞ് ഓർഫനേജിലാക്കിയതാണ് നിൻ്റെ ആങ്ങളമാർ. ഇത്രയും കാലം ഞാൻ അവളെ സംരക്ഷിച്ചത് നിൻ്റെ മോളാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് എന്ന് പറയണം. അത് കേട്ടപ്പോൾ വൈജൻ ഞെട്ടിത്തരിച്ചു പോവാണ്. ഈ ഇത്രയും വലിയ സത്യം കേട്ടിട്ട് ആകെ തകർന്നു പോവാണ്. അപ്പോൾ സത്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞതിന് ശേഷം ബാലചന്ദ്രൻ മരിച്ചു പോകുന്നുണ്ട് കേട്ടോ. തൻ്റെ മകളോട് ഇത്രയും കാലം താൻ ചെയ്ത ക്രൂരതകളൊക്കെ ഓർത്ത് വൈജന്തിക്ക് മാനസിക നില തെറ്റാണ്. അവളെ ഒരു മെൻ്റൽ ഹോസ്പിറ്റലിലേക്ക് ആക്കുന്നുണ്ടെങ്കിലും സത്യം പറഞ്ഞ അലീന തൻ്റെ അമ്മയെ സ്നേഹത്തോടെ പരിചരിച്ച് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു ഭാഗമാണ് പിന്നീട് കാണിക്കുന്നത് കേട്ടോ.